स्थापकाय धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। लज्जापडावृते नित्यं शारदे ज्ञानदायिगे पापेभ्यो न सदा रक्ष कृपामयि नमोऽस्तुते। नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 14 അധ്യായം 2-3 ആണ് ഇത്തവണ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ തവണ ഈശ്വരനെ എങ്ങനെ അറിയാം എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത ഭാഗം. അതായത് പ്രേമം കൊണ്ട് മാത്രമേ ഈശ്വരനെ കീഴടക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമാകുന്നത് ശുദ്ധമായ പ്രേമം കൊണ്ട് മാത്രം എന്ന് ഭഗവാൻ പറയുന്ന ഒരു ഭാഗത്താണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് അധ്യായം 2 എത്തുമ്പോഴേക്കും. അപ്പോൾ അത് 1883 സെപ്റ്റംബർ 26 ബുധനാഴ്ചയായി. കഴിഞ്ഞ തവണ അതിൻ്റെ സെപ്റ്റംബർ 23 ഞായറാഴ്ചയാണ് കഴിഞ്ഞ തവണ ഭഗവാൻ ഭക്തന്മാരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തത്. ഇപ്പോൾ 23 കഴിഞ്ഞ് 26 ബുധനാഴ്ച 3 ദിവസം പിന്നിട്ടപ്പോഴാണ്. അപ്പം ഇവിടെ ഭഗവാൻ ചർച്ച ചെയ്യുന്നത് പാണ്ഡിത്യം, പിന്നെ സന്യാസം, യുക്തിവിചാരം, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ 2 അധ്യായങ്ങളിലായി ചർച്ച ചെയ്യുന്നത്. പാണ്ഡിത്യം, സന്യാസം, യുക്തിവിചാരം. സാധാരണ ഇപ്പം ഈ അധ്യായം തുടങ്ങുമ്പോൾ സെപ്റ്റംബർ 26 ബുധനാഴ്ചയുള്ള ഈ അധ്യായം തുടങ്ങുന്ന സമയത്ത് വചനാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണ ആളുകൾ ഞായറാഴ്ചയാണ് വരാറ്, ഇത് ബുധനാഴ്ചയാണ്, ഞായറാഴ്ചയാണ് സാധാരണ ആളുകളൊക്കെ വരുള്ളൂ. മറ്റു ദിവസങ്ങളിൽ ആളുകൾക്കൊക്കെ മറ്റു പല ജോലികളുമായതുകൊണ്ട് വരാൻ സാധിക്കാറില്ല, ഞായറാഴ്ച മാത്രമേ വരികയുള്ളൂ. എന്നാൽ മാസ്റ്റർ മഹാശയൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, മാസ്റ്റർ മഹാശയന് എപ്പോഴൊക്കെയാണോ അല്പമെങ്കിലും ഒരവധി കിട്ടുന്നത്, അദ്ദേഹം വിദ്യാസാഗറിൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്, അപ്പോൾ ആ സ്കൂൾ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. എങ്കിലും ഇതിനിടയിൽ എപ്പോഴൊക്കെ അല്പം ഒഴിവ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ഓടി നേരെ ദക്ഷിണേശ്വരത്തേക്ക് വരും. ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും ദക്ഷിണേശ്വരത്ത് ഭഗവാനോടൊപ്പം ചെലവഴിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഈ ഒരു സ്വഭാവം കാരണമാണ് പിന്നീട് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ മാസ്റ്റർ മഹാശയനെ കുറ്റപ്പെടുത്തിയത്. കാര്യം അങ്ങാണ് ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ, സ്കൂളിൻ്റെ റിസൾട്ട് മോശമാകുന്നു. അപ്പോൾ സ്കൂളിൻ്റെ ആ എക്സാമിനേഷനിൽ വരുന്ന റിസൾട്ട് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ഇദ്ദേഹത്തിന്, മഹേന്ദ്രനാഥ ഗുപ്തയ്ക്ക്, മാസ്റ്റർ മഹാശയന് സ്കൂളിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയില്ല. ശ്രദ്ധ മുഴുവനും ശ്രീരാമകൃഷ്ണനിലാണ്. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ മാസ്റ്റർ മഹാശയനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് അദ്ദേഹത്തെ വളരെ മനോവിഷമം ഉണ്ടാക്കി. അപ്പോൾ ഈ കുറ്റപ്പെടുത്തലിൻ്റെ ഒരു കാരണം അത് മാത്രമല്ല. ചുണിലാൽ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ പറഞ്ഞ പോലെ, തമാശയ്ക്കാണ് ആ ഭക്തൻ പറഞ്ഞെങ്കിലും പൊതുവേ ഉണ്ടായിരുന്നൊരു സംസാരമാണ്, സ്കൂളിലുള്ള കുട്ടികളെ പിടുത്തക്കാരനാണ് മാസ്റ്റർ മഹാശയൻ എന്നാണ് കളിയാക്കിയത്. അത് പൊതുവേ ഒരു സംസാരം, ആ നാട്ടിലൊക്കെ ഒരു സംസാരമുണ്ടെന്ന് ചുണിലാലാണ് വന്ന് ഭഗവാനോട് പറയുന്നത്. മാസ്റ്റർ മഹാശയൻ കുട്ടികളെ പിടുത്തക്കാരനാണ് എന്ന് വെച്ചാൽ സ്കൂളിൽ അല്പമെങ്കിലും മാസ്റ്റർക്ക് സ്വാധീനമുള്ള കുട്ടികളെ മുഴുവനും ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ കുട്ടികളെ പിടുത്തക്കാരൻ എന്ന് കളിയാക്കുന്നതിൻ്റെ സാങ്കത്യം. ഇത് ചുണിലാൽ ഒരു തമാശ പോലെ പറഞ്ഞെങ്കിലും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മാസ്റ്റർ മഹാശയനോട് ഒരു
എന്താ ഒരു കുറ്റപ്പെടുത്തൽ നടത്തിയത്. പക്ഷേ മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. മാസ്റ്റർ മഹാശയൻ അല്പം സമയം കിട്ടിയാൽ ഉടൻ ഓടി വരും. അപ്പോൾ ഇത് ശ്രീരാമകൃഷ്ണദേവനും ശ്രദ്ധയുണ്ട് ഇക്കാര്യത്തിൽ. കാര്യം ഇങ്ങനെ സ്കൂളിൽ നിന്ന് ഓടി വരുമ്പോൾ മാസ്റ്റർ മഹാശയൻ എന്തെങ്കിലും വിഷമം നേരിടുമോ ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ചീത്തവിളി കേൾക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരു ഭീതി ശ്രീരാമകൃഷ്ണദേവനും പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു 1:30 മണി ആയപ്പോൾ മാസ്റ്റർ മഹാശയൻ ഒഴിവ് കിട്ടി. അങ്ങനെ മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്തേക്ക് ഓടി വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ഈ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നത്, ഇന്ന് സ്കൂളില്ലേ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു മാസ്റ്ററോട്. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഇന്ന് 1:30 മണിക്ക് സ്കൂൾ വിട്ടു, അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, എന്താ ഇത്ര നേരത്തെ, ഉച്ചയ്ക്ക് തന്നെ സ്കൂൾ വിടാൻ എന്താണ് കാരണം എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വിദ്യാസാഗരൻ്റെതാണ് സ്കൂള്, ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ് സ്കൂള്. അപ്പോൾ വിദ്യാസാഗരൻ സ്കൂൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി സ്കൂളിന് അവധിയുണ്ട്. ഇപ്പോൾ സ്കൂൾ വിദ്യാസാഗറിൻ്റെ വകയായതുകൊണ്ട് അദ്ദേഹം വന്നാൽ കുട്ടികളുടെ സന്തോഷത്തിന് ഒരു അവധി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവധി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷം, അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകാം. അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് 1:30 സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചത്. കൂടാതെ ഇവിടെ വരുമ്പോഴേക്കും 3:30 മണിക്കാണ് ഇവിടെ വരുന്നത്. ഉച്ചയ്ക്ക് 3:30 മണിയോട് കൂടിയാണ് മാസ്റ്റർ മഹാശയൻ ദക്ഷിണേശ്വരത്ത് എത്തുമ്പോൾ 3:30 അപ്പോൾ 1 മണിക്ക് 1:30 വിട്ട് വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായി വരാനുള്ള സമയം. 3:30 മണിക്ക് ദക്ഷിണേശ്വരത്ത് വന്നു, വൈകിട്ടത്തെ ഒരു സന്ദർശനം. അപ്പം അങ്ങനെ അപ്പോൾ വിദ്യാസാഗരൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വെച്ചൊരു കാര്യം സൂചിപ്പിക്കും. കാര്യം ഇതിനു മുമ്പ് വിദ്യാസാഗറിന് ഒരുമിച്ച് വിദ്യാസാഗരൻ്റെ വീട്ടിൽ ശ്രീരാമകൃഷ്ണദേവൻ സന്ദർശനത്തിന് ചെന്നതാണ്. അന്ന് നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും, ഒരു നല്ല സത്സംഗം അവിടെ നടന്നു എങ്കിൽ പോലും, വിദ്യാസാഗരനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ശ്രീരാമകൃഷ്ണദേവനെ കാണാമെന്നോ അല്ലെങ്കിൽ പരസ്പരം വീണ്ടും കണ്ടുമുട്ടാമെന്നോ ഒക്കെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വിദ്യാസാഗരൻ അത് പാലിച്ചില്ല, ദക്ഷിണേശ്വരത്തേക്ക് പിന്നെ വന്നില്ല എന്നുള്ള ഒരു അങ്ങനെ ഒരു വിചാരം ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, വിദ്യാസാഗരൻ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യാത്തത് എന്താണ്, അങ്ങനെ വരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാത്തത്? സത്യവചനത്താലും പരനാരിയെ മാതാവായി കാണുക കൊണ്ടും ഹരിയെ ലഭിക്കാതെ വരുന്ന പക്ഷം തുളസി തനി നുണയൻ. സത്യത്തെ മുറുകെ പിടിച്ചാൽ ഭഗവാനെ പ്രാപിക്കാം. ഇവിടെ വരാമെന്ന് വിദ്യാസാഗരൻ അന്നൊരിക്കൽ പറഞ്ഞു, പക്ഷെ വന്നില്ല. ഇത് അപ്പോൾ സത്യത്തെ അന്ന് സത്യസന്ധനല്ല എന്നുള്ള മട്ടിലാണ് ഭഗവാൻ അത് പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ പാണ്ഡിത്യം, സന്യാസം, യുക്തിചിന്ത, ഇതാണ് യുക്തിവിചാരം, ഇതാണ് ഈ ഭാഗത്തെ പ്രധാനമായിട്ട് ചർച്ച വരുന്നത്. അതിലാദ്യത്തെ പാണ്ഡിത്യത്തിൻ്റെ ഭാഗമാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. പാണ്ഡിത്യം എന്നുള്ള ഭാഗമാണ്. അത് പറയാൻ കാരണം വിദ്യാസാഗരനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കടന്നു വരാൻ കാരണം. വിദ്യാസാഗരൻ ഒരു മഹാപണ്ഡിതനാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. മഹാപണ്ഡിതനാണ്, സംസ്കൃത പണ്ഡിതനാണ്. അതുകൂടാതെ തന്നെ സമൂഹത്തിൽ ഏറ്റവും ആ നിലയ്ക്ക് തന്നെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഉയർന്ന നിലയിലുള്ള ആളാണ്. അത് അന്നത്തെ കാലത്ത് ബംഗാളിലെ ഏറ്റവും ആദരണീയനായ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ചരിത്ര പുരുഷൻ എന്നൊക്കെ ഇപ്പോൾ വേണം നമുക്ക് പറയാവുന്ന ആ വ്യക്തിത്വം അന്ന് മുതലേ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അന്ന് മുതലേ അത്തരം ഒരു സ്ഥാനമുള്ള ആളാണ് വിദ്യാസാഗരൻ. അപ്പോൾ ഇവിടെ വിദ്യാസാഗരൻ്റെ പാണ്ഡിത്യത്തിനാണ് ആ നിലയും വിലയും കിട്ടിയിരിക്കുന്നത്. അത് വിദ്യാസാഗരൻ്റെ പാണ്ഡിത്യമാണ് അദ്ദേഹത്തെ ആ നിലയ്ക്ക് ഉയർത്തിയത്. അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പോരായ്മ ഒഴിവാകുന്നില്ല. പണ്ഡിതനായതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് പണ്ഡിതനും സാധുവും അല്ലെങ്കിൽ സന്യാസി, ഇവിടെ സാധു എന്ന് ഉദ്ദേശിക്കുന്നത് സന്യാസം, അതായത് ആ ഇഹലോക ആ ജീവിതത്തെ ത്യജിച്ചയാൾ
അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നയാൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ ആ സന്യാസാവസ്ഥ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത് മാത്രം ലക്ഷ്യമാക്കിയ ആൾ, പാണ്ഡിത്യത്തെക്കുറിച്ചല്ല, ഈശ്വര സാക്ഷാത്കാരത്തിന് ലക്ഷ്യമാക്കിയ ആൾ. അങ്ങനെയുള്ളവരും പണ്ഡിതനും, അതായത് ഈ അറിവ്, ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവ്, പഠനങ്ങളിൽ നിന്നുള്ള അറിവ്, വിദ്യാഭ്യാസപരമായ മേന്മ, ഇതെല്ലാം കൂടെ കടന്നു വരുന്ന ആ അറിവ്, ആ പാണ്ഡിത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈശ്വരനെ അറിയുക എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഈ പുസ്തകങ്ങളിൽ നിന്നോ ഗ്രന്ഥങ്ങളിൽ നിന്നോ മറ്റ് ബിരുദങ്ങളിൽ നിന്നോ ഉള്ള അറിവല്ല ഈശ്വരനെ കുറിച്ചുള്ള അറിവ്. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞത്, എനിക്ക് ഈ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന അതായത് ജീവിതത്തിന് വേണ്ടി ഉപകരിക്കുന്ന തരത്തിലുള്ള, നിത്യജീവിതത്തിന് വേണ്ടി ഉപകരിക്കുന്ന ഈ വിദ്യാഭ്യാസം എനിക്ക് ആവശ്യമില്ല. ഈശ്വരനെ അറിയുക, ആ അറിവാണ് പ്രധാന അറിവ്. അപ്പം അങ്ങനെയുള്ള അറിവാണ് എനിക്ക് ആവശ്യം, മറ്റത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ആ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ആളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാത്ത ആളാണ്. ഇവിടെ അതാണ് സൂചന വന്നത്. പണ്ഡിതനും സാധുവും തമ്മിലുള്ള പ്രധാനമായ അതായത് അവർ തമ്മിലുള്ള വ്യത്യാസം, പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ തലം ഇവിടെ, അതായത് പണ്ഡിതൻ്റെയും സന്യാസിയുടെയും അറിവിൻ്റെ തലം ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ ആ ചർച്ചയുടെ പ്രധാന അന്തസാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം സന്യാസി എന്നാൽ നമ്മുടെ നാട്ടിലുള്ളവരുടെയും ധാരണ എന്തെന്ന് വെച്ചാൽ, ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതൻ കൂടി ആയിരിക്കണം ഏത് വിഷയത്തിലും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊരു നാട്ടുനടപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു സന്യാസി വര്യനാണെങ്കിൽ, കാവ്യുടുത്ത ഒരു സന്യാസിയാണെങ്കിൽ അദ്ദേഹത്തിന് വേദങ്ങളെല്ലാം അറിയാമോ, ഉപനിഷത്തെല്ലാം കാണാതെ അറിയാമോ, ഭഗവത്ഗീത കാണാതെ അറിയാമോ, ഭാഗവതം അറിയാമോ, രാമായണം അറിയാമോ, മഹാഭാരതം അറിയാമോ, അല്ലെങ്കിൽ ഇതെല്ലാം, ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം കാണാതെ അറിയാനും ആരെന്ത് ചോദിച്ചാലും കാണാതെ പറയാനും പറ്റുന്ന ആളാണോ എന്നുള്ളതാണ് സന്യാസിയുടെ ലക്ഷണമായിട്ട് ഇന്ന് മുന്നോട്ട് വരുന്നത്, ഇന്ന് നടപ്പിൽ വരുന്നത്. ഒരുപക്ഷെ പല സന്യാസിമാരും അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകാം. കാരണം ഈ അറിവ്, ഈ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവിന് പ്രാമുഖ്യം കൊടുക്കുന്നു. അവിടെ ഈശ്വരനെ അറിയുകയല്ല, ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതിലെ ശ്ലോകങ്ങൾ കാണാതെ പറയാൻ പറ്റുക, അല്ലെങ്കിൽ സംസ്കൃതം കൂടുതൽ അവഗാഹമുണ്ടായിരിക്കുക, ആധ്യാത്മിക വിഷയങ്ങൾ, ഉപനിഷത്തുകൾ, ഇതൊക്കെ കാണാതെ പഠിച്ച് പ്രഭാഷണം നടത്തുക. അങ്ങനെയാണെങ്കിൽ സന്യാസിയെ സമൂഹം അംഗീകരിക്കുള്ളൂ. ഇതൊന്നും അറിയാത്ത സന്യാസിയാണെങ്കിൽ ഭിക്ഷാന്തേഹിയായിട്ട് സമൂഹം അവഗണിക്കും. അതിങ്ങനെ വയറ്റിപ്പഴപ്പിന് വേണ്ടി കാവ്യ കൊടുത്ത് നടക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയായ ഭിക്ഷക്കാരൻ എന്നുള്ള നിലയിലാണ് സമൂഹം കാണുന്നത്. ഇതാണ് ഇവിടെ സന്യാസിക്ക് വന്ന പരിണാമം. ഇവിടെ ഭഗവാൻ അത് വെച്ചാണ് ഭഗവാൻ ഇവിടെ സന്യാസിയെ നിർവചനം നടത്തുന്നത്. സന്യാസിയെക്കുറിച്ചുള്ളൊരു നിർവചനം, പണ്ഡിതനെയും സന്യാസിയെയും തമ്മിലുള്ളൊരു നിർവചനം നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ സന്യാസി ലൗകിക ജീവിതത്തിൽ സന്യാസിയായി വന്നവരും, അല്ലെങ്കിൽ പാണ്ഡിത്യം ഉണ്ടെന്ന് പറയുന്നവരും എല്ലാം തന്നെ ലൗകിക മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവം, അതിപ്പോൾ ഏത് രൂപഘടനയിലായാലും ശരി, ലൗകികമായ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്ന മനുഷ്യൻ, അതാരുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അഷ്ടപാശബന്ധത്തിൽപ്പെട്ടവരാണ്. അഷ്ടപാശബന്ധത്തിൽപ്പെട്ടവരാണ്. അതാണ് അവിടെ ചർച്ച വരുന്നത്. അഷ്ടപാശബന്ധം, അതാണ് പിടിച്ചു മുറുക്കിയിരിക്കുന്നത്. അതിപ്പോൾ സന്യാസിയായാലും പണ്ഡിതനായാലും സാധാരണക്കാരായാലും ധനികനായാലും വിദ്യാസമ്പന്നനായാലും എല്ലാം ലൗകികമായ ഒരു ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നത് അഷ്ടപാശബന്ധം. അപ്പോൾ ഈ
അഷ്ടപാശ ബന്ധത്തിൽ നിന്ന് ആരാണോ വിമുക്തൻ അയാളാണ് സന്യാസി. സന്യാസിയുടെ ലക്ഷണമായിട്ട് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചത് അഷ്ടപാശ ബന്ധത്തിൽ നിന്ന് വിമുക്തനായിരിക്കണം. അത് മസ്റ്റാണ്. അങ്ങനെയുള്ളതാണ് ഇത്. ആദ്യം ഈ കാര്യമാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഹരിപാദത്തിൽ മനസ്സ് ഉറപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷണമേ സന്യാസിക്കുള്ളൂ. അല്ലാതെ ഉപനിഷത്തോ ഭഗവത്ഗീതയോ ഭാഗവതമോ നാരായണീയമോ ഒക്കെ കാണാതെ പഠിക്കുന്നു എന്നുള്ളതല്ല പ്രധാന വിഷയം. ഹരിപാദത്തിൽ മനസ്സ്, ഹരിപാദത്തിൽ മാത്രം, മറ്റൊന്നുമില്ല. മറ്റെല്ലാം ഒഴിഞ്ഞുപോയി. മനസ്സ് ഹരിപാദത്തിൽ, ഈശ്വരപാദത്തിൽ മനസ്സ് ഉറച്ചു നിൽക്കുന്ന ആളാണോ അല്ലയോ? ഈശ്വരപാദത്തിൽ മനസ്സുറച്ചു നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതാണ് സന്യാസത്തിൻ്റെ ലക്ഷണം. ഒരു കാശിയിലെ ഒരു സന്യാസിയുടെ കഥ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. കാശിയിലൊരു സന്യാസിയെ കണ്ടത്. അപ്പോൾ ആ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ആ ശ്രീരാമകൃഷ്ണദേവൻ കാശിയിൽ കണ്ട ആ സന്യാസി പ്രേമി സാധു എന്നാണ് വിളിച്ചിരുന്നത്. കാശിയിൽ അവരുടെ മഠമൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ബനാറസ് സന്ദർശിക്കുന്ന സമയത്ത് ആ സന്യാസിയെ കണ്ടു. അപ്പോൾ ആ സന്യാസിയുടെ പ്രത്യേകത, ആ സന്യാസി ഇപ്പോൾ ഗീത വായിക്കുന്നു. ഗീത വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ശ്രീരാമകൃഷ്ണദേവനും ചെന്നു, ഒപ്പം മധുർനാഥ് വിശ്വാസും ചെന്നു. മധുർനാഥാണ് ശ്രീരാമകൃഷ്ണദേവനെ ഈ തീർത്ഥാടനത്തിന് കൊണ്ടുപോയതാണ്. ആ കഥ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ മധുർനാഥ് വിശ്വാസ് ശ്രീരാമകൃഷ്ണദേവനെ തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോയപ്പോഴാണ് കാശിയിൽ വന്നിട്ട്, ബനാറസിൽ വന്നിട്ട് ആ കൂട്ടത്തിലാണ് ഈ സന്യാസിയെ കണ്ടത്, ഈ പ്രേമി സാധുവിനെ കണ്ടത്. അപ്പോൾ അദ്ദേഹം ഗീത വായിക്കുകയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ നോക്കിയപ്പോൾ അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരെ നോക്കിയിരുന്ന് വായിച്ചു. അതേസമയം മധുർബാബുവിൻ്റെ പിന്തിരിഞ്ഞിരുന്നാണ് വായിച്ചത്. മധുർബാബുവിനെ നോക്കാതെ മധുർബാബുവിനെ പിന്തിരിഞ്ഞിരുന്നാണ് വായിച്ചത്. അതായത് പൂർണ്ണമായും ലൗകികനായ ഒരാളുടെ മുമ്പിൽ ഗീത വായിക്കില്ല. പൂർണ്ണമായും ലൗകികമായ ചിന്തയിലും ലൗകിക വ്യവഹാരത്തിലും ഏർപ്പെട്ടവരുടെ മുമ്പിലിരുന്നല്ല ഗീത വായിക്കേണ്ടത് എന്ന് മനസ്സിൽ ഉറപ്പിച്ച ആളാണ് ആ സന്യാസി. അത് ആ സന്യാസിയെ സംബന്ധിച്ചാണ്. അതായത് ഇപ്പോൾ ലൗകികരുടെ മുമ്പിലിരുന്നൊന്നും ഗീത വായിക്കരുത് എന്നൊന്നും ശ്രീരാമകൃഷ്ണദേവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാര്യം ഇതിനകത്ത് തന്നെ ധാരാളം തവണ ശ്രീരാമകൃഷ്ണദേവൻ ഗീത ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഈ സന്യാസം, അപ്പോൾ ആ സന്യാസത്തിൻ്റെ ഒരു അചഞ്ചലമായ ആ സന്യാസത്തിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെയും സന്യാസിമാരുണ്ട്. കാര്യം ലൗകികൻ്റെ മുമ്പിൽ ഗീത പോലും പറയില്ല. അതായത് ആധ്യാത്മികത ഒന്നും തന്നെ ലൗകികൻ്റെ മുമ്പിൽ പറയില്ല. ലൗകികരുടെ മുമ്പിൽ ആധ്യാത്മികത പറയുന്നത് നിഷ്ഫലമാണ് എന്ന് കരുതുന്ന തരത്തിലുള്ള സന്യാസിയാണ്. അതൊരു സന്യാസത്തിൻ്റെ അല്ലെങ്കിൽ ആ സന്യാസം എന്ന് പറയുന്നതിൻ്റെ ഒരു വേർഷനാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ സൂചിപ്പിച്ചത്. കാരണം അങ്ങനെയുള്ള സന്യാസിയുടെ ആ സന്യാസി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒറ്റ ഹരിപാദത്തിലാണ്. എന്താണ് ഹരിപാദത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടെ ഇത് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ്? ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു പർവ്വത മസ്തകേ. വെള്ളത്തിൽ നോക്കിയാലും വിഷ്ണു, കരയിൽ നോക്കിയാലും വിഷ്ണു, പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നോക്കിയാലും വിഷ്ണു, ആകാശത്ത് നോക്കിയാലും വിഷ്ണു, സർവം വിഷ്ണുമായി. അയാൾ വേറൊന്നും കാണുന്നേയില്ല. അയാൾ ഈ ലോകത്തെ കാണുന്നതേയില്ല. അയാൾക്ക് ഒന്നേ ഉള്ളൂ. അയാൾക്ക് വിഷ്ണുവിനെ മാത്രമാണ് അയാൾ കാണുന്നത്. എല്ലായിടത്തും വിഷ്ണുവിനെയാണ് അയാൾ കാണുന്നത്. എന്നിട്ട് ആ എല്ലാത്തിനും ഒടുവിൽ ആ സന്യാസി ഓം ശാന്തി 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 എന്ന് 3 പ്രാവശ്യം ചൊല്ലുന്നു. അപ്പോൾ അതാണ് ആ സന്യാസിയുടെ ഒരു വേർഷൻ. ഇവിടെ ഭഗവാൻ ആ അനുഭവത്തെ വിവരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സന്യാസിയും വേദാന്തവും തമ്മിൽ ബന്ധമില്ലേ എന്ന്
അപ്പം മാസ്റ്റർ മഹാശയനൊരു സംശയമുണ്ടായി, സ്വാഭാവിക സംശയമാണ് ഇല്ലേ? ഇവിടെ അടുത്ത ഇതിൽ അത് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സാധുക്കൾ വേദാന്തികളല്ലേ എന്നൊരു സംശയം മാസ്റ്റർ മഹാശയൻ ചോദിച്ചു. കാര്യം ഇങ്ങനെ, അപ്പോൾ വേദാന്തത്തിലോ ഉപനിഷത്തുകളിലോ ഒന്നുമല്ല ഇവർ ശ്രദ്ധ നൽകുന്നത്, ഇവർ ഹരിപാദത്തിൽ മാത്രമാണ്. അപ്പോൾ പിന്നെ വേദാന്തം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ, ആധ്യാത്മികം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇവർക്ക് താല്പര്യമില്ലേ എന്ന് സ്വാഭാവികമായൊരു സംശയം മാസ്റ്റർ മഹാശയൻ ചോദിക്കുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അതിന് കൊടുത്ത മറുപടി, കലിയുഗത്തിൽ വേദാന്തം അത്ര എളുപ്പമല്ല. കലിയുഗത്തിൽ വേദാന്തം ശീലിക്കുക, അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്, ഈ ഉപനിഷത്തുകളൊക്കെ ഉദ്ഘോഷിക്കുന്ന ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്, വേദാന്തം ഉദ്ഘോഷിക്കുന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത് സാധാരണ കലിയുഗത്തിൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യവുമല്ല. അപ്പം പിന്നെ എന്തു ചെയ്യും? അപ്പം സാധ്യമല്ലാത്ത ഒരു ഇതാണ് ഈ അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തതിനെക്കുറിച്ചാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അപ്പോൾ അതിനാണ് പറഞ്ഞത്, അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഈ നമ്മൾ വായിച്ചു വന്നപ്പോൾ ഈശാന മുഖോപാധ്യായനെ കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചതാണ്. ഈശാന മുഖോപാധ്യായൻ ഗായത്രി പുരസ്ചരണം നടത്താൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നടത്തുന്നു. സ്വന്തം വീട്ടിൽ അദ്ദേഹം ഗായത്രി പുരസ്ചരണം നടത്തുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ തവണ അതിനെക്കുറിച്ച് വായിച്ചതാണ്. 1,00,000 തവണയൊക്കെയാണ് ചൊല്ലേണ്ടത്. അത് എത്രയോ ലക്ഷം തവണ ചൊല്ലി തീർക്കണം ഒരു ഗായത്രി മന്ത്രം. അപ്പോൾ അത് തുടങ്ങിയാൽ, രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ വൈകിട്ട് വരെ അത് നീണ്ടുപോകും. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, ജലപാനം പാടില്ല. അപ്പം ഇങ്ങനെയുള്ള ഗായത്രി പുരസ്ചരണം അനുഷ്ഠിക്കുന്നുണ്ട് ഈശാനെ പോലുള്ള ആളുകൾ. അപ്പോൾ അതത്ര എളുപ്പമല്ല. ഇവിടെ അത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും എളുപ്പമല്ല ആ കാര്യങ്ങളൊന്നും. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് പറയാൻ കാരണം, ഈ വൈദിക കർമ്മം ബഹു കഠിനം എന്നാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. പോരാത്തതിന് ഇവിടെ ഒരു രാഷ്ട്രീയം കൂടെ ശ്രീരാമകൃഷ്ണദേവൻ ചേർത്ത് വെക്കുന്നുണ്ട്. പക്ക ഒരു ഭാരതത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൂടെ ഇവിടെ ചേർത്ത്. അപ്പം ഈ വൈദിക കർമ്മം തന്നെ അസാധ്യം. എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഈ കലിയുഗത്തിൽ എന്ന് മാറ്റി നിർത്താം, ഭാരതത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വൈദിക കർമ്മം അസാധ്യമായിരിക്കുന്നത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ കാരണം നമ്മുടെ അടിമത്തമാണ്. അതാണ് രാഷ്ട്രീയം അവിടെ സംസാരിച്ചത്. ശ്രീരാമകൃഷ്ണദേവൻ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരടിമത്തത്തിൽ കീഴ്പ്പെട്ട് കഴിയുന്ന ജനതയാണ്. 1883 സെപ്റ്റംബറിലാണ് ഇത് പറയുന്നത്. അപ്പോൾ 83 കാലഘട്ടം, 1883 ആ തീയതി നമ്മൾ ഓർത്തു വെക്കണം. 83 ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, നമ്മൾ ഒരു അടിമത്തത്തിൽ ആണ്ടുപോയ ഒരു ജനതയാണ് എന്ന് പറയുന്നുണ്ട്. ഒറ്റ പരാമർശമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും അതിനകത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും വിശദീകരിക്കുക. എന്നിട്ട് പറഞ്ഞത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഭഗവാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. 12 വർഷമോ മറ്റോ ഇങ്ങനെ അടിമത്തത്തിൽ ജീവിച്ചാൽ അടിമകളായിത്തീരും എന്ന് പറയപ്പെടുന്നു. ഒരാൾ 12 വർഷം അടിമയായി ജീവിച്ചാൽ, ഒരു ജനത വെറും 12 വർഷം അടിമയായി ജീവിച്ചാൽ പിന്നെ അടിമത്തത്തിൽ ആണ്ടുപോകും. പിന്നെ ആ അടിമത്തത്തിൽ നിന്ന് അവന് മോചനമില്ല. വെറും 12 വർഷം. പക്ഷേ ഭാരതത്തിൻ്റെ അപ്പുറത്ത് ഇത് പറയുമ്പോൾ ഭാരതത്തിൻ്റെ അവസ്ഥ എന്താണെന്നും കൂടെ നോക്കണം. ഭാരതത്തിൽ 1757 1757 നടന്ന പ്ലാസി യുദ്ധത്തോടനുബന്ധിച്ചാണ് ബംഗാളിൽ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ആരംഭിക്കുന്നത്. കച്ചവടത്തിന് വന്ന് ആ ഒരു വ്യംഗ്യേന ഇവിടെ വരികയും
ബംഗാളിൽ അന്ന് അധികാരത്തിൽ അതിനു മുമ്പ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കുറേ നാട്ടുരാജ്യങ്ങളാണ്. അതിൽ ബഹുഭൂരിപക്ഷം ഭാഗത്തും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കുറേ ആളുകളാണ് ഭരണത്തിലുള്ളത്. അപ്പോൾ ബംഗാൾ നവാബാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നവാബിനെ തോൽപ്പിച്ചിട്ടാണ് പ്ലാസി യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ആരംഭിക്കുന്നത് 1757. അത് കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ട് 1757 ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം ഉറപ്പിക്കാൻ വന്ന ഭാരതത്തിൽ കൃത്യം 100 വർഷം തികഞ്ഞപ്പോൾ 1857, ആദ്യം 1757 കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് ശിപ്പായി ലഹള എന്ന പേരിലാണ് പിന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. 1858 കമ്പനി ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷ് രാജ്ഞി അധികാരം നേരിട്ട് ഏറ്റെടുത്തു. 1858. 57 ശിപ്പായി ലഹള, 58 കമ്പനി ഭരണം രാജ്ഞി ഏറ്റെടുക്കുന്നത്. അപ്പോൾ 57 ശിപ്പായി ലഹളയുടെ ഇത് പറയുന്ന അന്ന് നമ്മുടെ അടിമത്തത്തിൻ്റെ ഓരോ ഘടനയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശിപ്പായി ലഹളയ്ക്ക് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള അവരുടെ സൈന്യത്തിൽ ഇന്ത്യക്കാരായിരുന്നവർ ജോലി ചെയ്തിരുന്നവരെയൊക്കെ ശിപ്പായി എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യക്കാരായി സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ഈ ഇന്ത്യക്കാരായി ജോലി ചെയ്തിരുന്നവരെ മുഴുവൻ വിളിച്ചിരുന്നത് ശിപ്പായി എന്നാണ്. അങ്ങനെ ആ ശിപ്പായിയുടെ ഒരു റെജിമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ റെജിമെൻറ്റ് അവരാണ് ഈ തങ്ങളെ ഇന്ത്യക്കാരെ വിദേശികൾ വന്ന് ഭരിക്കുന്നു എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യ ബോധം ആദ്യമായി ഉള്ളിലുണ്ടാകുകയും അതിനകത്ത് അലോസരം ഉണ്ടാകുകയും പരസ്പരം പിന്നീട് അത് ലഹളയായി പൊട്ടിപ്പുറപ്പെടുകയും ആ ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അങ്ങനെ 1858 കമ്പനി ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ ഈ 57 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ശിപ്പായി ലഹള 57 ഈ 57 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് മുമ്പൊരു ലഹള നടന്നു. അത് ചരിത്രത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തില്ല. അതും ബംഗാളിൽ തന്നെയാണ് നടന്നത്. സാന്താൾ വിപ്ലവം. സാന്താളികൾ എന്ന് പറയുന്ന ആ ബീഹാർ ഉൾപ്പെടെ വരുന്ന ബംഗാളിൻ്റെ കിഴക്കൻ ബംഗാളിൻ്റെ മലയോര പ്രദേശങ്ങളിലുള്ള അവരുടെ മലഞ്ചരക്ക് അവിടുത്തെ പ്രാദേശികവാസികളാണ് സാന്താളുകൾ. ആ സാന്താളികൾ മലഞ്ചരക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നതിന് ടാക്സ് ഏർപ്പെടുത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സ്വന്തം നാട്ടിൽ അവർ കൃഷി ചെയ്തുണ്ടാക്കിയ വസ്തുവിന് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടാക്സ് ഏർപ്പെടുത്തി. കാരണം ഈ മലഞ്ചരക്ക് മേടിക്കുന്നതെല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. കാര്യം അവർ വ്യാപാരത്തിന് വന്നിരിക്കുന്ന മലഞ്ചരക്ക് വ്യാപാരത്തിന് വന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ആ മലഞ്ചരക്ക് അവർ വാങ്ങുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ടാക്സ് ഏർപ്പെടുത്തിയത് ഇന്ത്യക്കാരായ സാന്താളികൾക്കാണ്. അങ്ങനെയാണ് 1855 56 ഇടയ്ക്ക് 1 വർഷം നീണ്ടു നിന്ന സാന്താൾ വിപ്ലവം ബംഗാളിൽ നടക്കുന്നത്. ഞാൻ ഈ ഡേറ്റ് സൂചിപ്പിക്കാൻ കാരണം ഈ വർഷം സൂചിപ്പിക്കുന്നത് വെറുതെ അല്ല. ആലോചിച്ച് നോക്കണം, സാന്താൾ വിപ്ലവം നടക്കുന്നത് 1855 56 1855 56 1855 വളരെ പ്രാധാന്യം നമുക്കുണ്ട്. എന്താണ്? ദക്ഷിണേശ്വരം കാളിക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുന്നത് 1855. അതായത് സാന്താൾ വിപ്ലവം നടക്കുന്ന ബംഗാളിൽ സാന്താൾ വിപ്ലവം പോലൊരു വലിയ വിപ്ലവം, സാമൂഹിക വിപ്ലവം നടക്കുന്ന കാലത്താണ് കാളിക്ഷേത്രം പ്രതിഷ്ഠ നടക്കുന്നതും ശ്രീരാമകൃഷ്ണദേവൻ കാളിക്ഷേത്രത്തിൽ വരുന്നതും. നോക്കൂ, അവതാരത്തിൻ്റെ വരവിന് ഒരു നാന്ദി, അല്ലെങ്കിൽ അവതാരത്തിൻ്റെ വരവെന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊരു ചലച്ചിത്രത്തിൽ ഒരു സിനിമയിൽ എന്ന പോലെ നിന്ന് ആ രംഗം ഒന്ന് ആലോചിച്ചു നോക്കും. 55 സാന്താൾ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ കാളിക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പ്രതിഷ്ഠാകർമ്മം നടത്തപ്പെടുന്നു.
ആ 55-ൽ ശ്രീരാമകൃഷ്ണദേവൻ അവതാര പുരുഷൻ പ്രവേശിക്കുകയാണ് തൻ്റെ ഭൂമികയിലേക്ക്. തൻ്റെ മഹാലീലയുടെ ഭൂമികയിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ പ്രവേശം 1855. 56-ൽ സാന്താൾ വിപ്ലവം അവസാനിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ 56-ൽ കാളിക്ഷേത്രത്തിൻ്റെ പൂജാരിയായി മാറുന്നു. രാംകുമാരന് ശേഷം 57-ൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. സിപ്പായി ലഹള 57-ൽ ആരംഭിക്കുന്നു. 58-ൽ രാജ്ഞി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പകരം ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുന്നു. ഇതെല്ലാം ബംഗാളിലാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവതാരം ബംഗാളിലുണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് ഭാരതത്തിൽ ആ അവതാര ലക്ഷ്യം ബംഗാളിൽ തന്നെ ഉണ്ടായി. ഇത്രയും 2 വിപ്ലവകാലത്താണ് ഒരു അവതാരം തൻ്റെ കർമ്മക്ഷേത്രമായിട്ട് ബംഗാളിൽ കൽക്കട്ടയുടെ ഹൃദയഭാഗമായ ദക്ഷിണേശ്വരം ക്ഷേത്രം തിരഞ്ഞെടുക്കുന്നത്. 2 വിപ്ലവകാലം, ഒന്ന് സാന്താൾ വിപ്ലവം, മറ്റൊന്ന് ശിപ്പായി ലഹള. രണ്ടും ബംഗാൾ നേരിട്ട ഒരു ഇതാണ്. ഇത് ഇന്ത്യ ഒട്ടാകെ ഇതിൻ്റെ പല പ്രതിഫലനങ്ങളും ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. പക്ഷേ ഏറ്റവും ദുരന്തം അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതയുടെ നടുവിലേക്കാണ് ഈശ്വരൻ്റെ അവതാരം വരുന്നത്. ഒരു രാഷ്ട്രീയ ചിത്രത്തിനൊപ്പം തന്നെയാണ് അവതാര ചരിത്രവും കൂടെ നിലകൊള്ളുന്നത് എന്ന് നമ്മൾ അത് ചേർത്ത് വെച്ച് വേണം കാണാൻ, എങ്കിലേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. മുമ്പ് ഈ ഭാഗം സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ 100 വർഷത്തിൻ്റെ അടിമത്തം എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ 12 വർഷം മറ്റോ ഇങ്ങനെ അടിമത്തത്തിൽ ജീവിച്ചാൽ അടിമകളായി തീരുമെന്ന് പറയപ്പെടുന്നു. അത്ര നാൾ ആരുടെ അടിമകളായിരുന്നുവോ അവരുടെ ഗുണദോഷങ്ങൾ വന്നുകൂടും. ആ ആളുകളുടെ തന്നെ ഗുണദോഷം, ആരാണോ നമ്മെ ഭരിച്ചത് അവരുടെ ഗുണദോഷങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അവരുടെ സേവ ചെയ്ത് അവരുടെ രജസ്സും തമസ്സും പ്രാണിഹിംസയും ഭോഗവിലാസവും എല്ലാം നമ്മുടെ നാട്ടിലും വന്നു ചേരും. വെറും ദാസ്യത്വം മാത്രമല്ല, വെറും ദാസരായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഇത്രയും കാലം ഭാരതത്തിലെ ജനത ദാസ്യരായിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പെൻഷൻ കൂടി അനുഭവിക്കുന്നു എന്നാണ് ശ്രീരാമകൃഷ്ണദേവനോട് സൂചിപ്പിച്ചത്. നോക്കി, എത്ര ഗംഭീരമായ ഒരു നരേഷനാണ് ചരിത്രത്തെ ഇവിടെ ഭഗവാൻ കൊണ്ടുവരുന്നത്. ഒരു ചരിത്രകാരനും ഇത് ഇങ്ങനെയൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഒരു ചരിത്ര പുസ്തകത്തിലും ഇങ്ങനെയൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഓരോ ചരിത്രവും രേഖപ്പെടുത്തുമ്പോൾ ആ ചരിത്ര പുരുഷന്മാരെ മഹത്വവൽക്കരിക്കുന്നതാണ് ചരിത്ര എഴുത്തുകാരുടെ ധർമ്മം, ചരിത്രകാരന്മാരുടെ ധർമ്മം, അല്ലെങ്കിൽ അവരുടെ ഒരു വേ ഓഫ് റൈറ്റിങ്ങിൻ്റെ വ്യത്യാസം അതാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞത് അങ്ങനെയല്ല. നോക്കി, എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. 12 വർഷം ഉണ്ടെങ്കിൽ തന്നെ ഒരുത്തൻ അടിമയാണ്. അവനാണ് 100 വർഷം അടിമയായത്. 6-7 ഇരട്ടി വർഷം. അപ്പോൾ അത്രയും വർഷം അടിമയായി കിടന്ന ഒരു ജനത അവസാനം എന്തൊക്കെ സംഭവിക്കുന്നു? അവരിലേക്ക് എന്തെല്ലാമാണ് വരുന്നത്? മറ്റേവർക്കുണ്ടായിരുന്ന എല്ലാ ഗുണദോഷങ്ങളും ഇവരെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നീട് അതിൻ്റെ പെൻഷൻ കൂടെ നമ്മൾ അനുഭവിക്കുകയാണ്. ആ പെൻഷൻ അനുഭവിക്കുന്നതിൻ്റെ പ്രത്യേകത 1883 ശ്രീരാമകൃഷ്ണദേവൻ ഇത് പറയുന്നത് 1883 ആ പെൻഷൻ അനുഭവിക്കുന്ന ജനതയാണ് ഇന്നും 2026 നമ്മൾ. സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. കാര്യം നമ്മുടെ വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായതാണ്. അപ്പോൾ ഒരു ജനത അതിൻ്റെ ഭാഗമായി തന്നെയാണ് പോകുന്നത്. 83 ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, നിങ്ങൾ ഈ പെൻഷൻ അനുഭവിക്കുന്നവരാണ്. എത്ര ഗംഭീരമായിട്ടാണ് ചരിത്രത്തെ ഈ ഭാഗത്ത് മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ വാക്കുകളിലൂടെയാണ് മാസ്റ്റർ മഹാശയൻ എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതാണ് ഇത്തരം വചനാമൃതം ആ കാലഘട്ടത്തെ വെച്ചുകൊണ്ട് വായിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മളതിൻ്റെ ആ വലുപ്പം മനസ്സിലാകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചരിത്രബോധത്തെ കൂടെ നമ്മൾ ഉള്ളിൽ എടുക്കേണ്ടതുണ്ട്.
അത് വെറും ആധ്യാത്മികത മാത്രമല്ല. ഇവിടെ പറഞ്ഞു തുടങ്ങിയത് സന്യാസിയുടെ വിഷയമാണ്, പറഞ്ഞു തുടങ്ങിയത് പാണ്ഡിത്യത്തിൻ്റെ വിഷയമാണ്, പറഞ്ഞു തുടങ്ങിയത് ആധ്യാത്മികതയുടെ വിഷയമാണ്. പക്ഷേ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയം, അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചരിത്രം അതുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, അപ്പോൾ ഒരു ആധ്യാത്മികതയെ പഠനം നടത്തുന്ന ഒരു ജനത വെറും ആധ്യാത്മികത മാത്രമല്ല പഠിക്കേണ്ടത്, അത് നിലകൊണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളത് പഠിക്കാൻ. എങ്കിലേ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ശക്തമായി ഇത് പഠിക്കണം എന്നുള്ളത് അപ്പോഴേ നമുക്ക് ബോധ്യം വരുള്ളൂ. ഈ ചരിത്രം അറിയാതെ ആധ്യാത്മികത പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അതാണ് ഇനി അടുത്ത ചർച്ചയിലേക്ക് വരുന്ന ഭാഗം. അതാണ് ഇവിടെ അടുത്ത ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ആ ചർച്ചയിലേക്ക് വരുന്ന ഇതിൻ്റെ നമ്മൾ ഈ പറഞ്ഞു വന്ന ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗത്തേക്കാണ്. അതായത് 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പം, ഈ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തത്. പക്ഷേ ഈ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. സ്കിപ്പ് ചെയ്ത ഭാഗം ഏതെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്നത് ശ്രീരാമകൃഷ്ണദേവൻ ആ 2-ാം അധ്യായം തുടങ്ങുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോവാം. ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് ആട്ടെ നരേന്ദ്രനെ കാണുകയുണ്ടായോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുകയാണ്, ആട്ടെ നരേന്ദ്രൻ എന്നെക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ എന്തായിരിക്കും നരേന്ദ്രൻ പറഞ്ഞത് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ തന്നെ അങ്ങ് പറയുകയാണ്. അദ്ദേഹം ഇപ്പോഴും കാളികോവിലിൽ പോകുന്നു, എന്നാലൊക്കെ ശരിയായാൽ പിന്നെ കാളികോവിലിൽ പോവില്ല. അപ്പോൾ ഇവിടെ കാളികോവിലിൽ അദ്ദേഹം ഇപ്പോഴും കാളികോവിലിൽ പോകുന്നു, എന്നാലൊക്കെ ശരിയായാൽ പിന്നെ കാളികോവിലിൽ പോവില്ല. നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് എന്തു പറഞ്ഞു എന്ന് പറയുന്നിടത്താണ് ഇത് പറയുന്നത്. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ കാളികോവിലിൽ പോകുന്നു, കാളിമാതാവിൻ്റെ അടുത്ത് ചെല്ലുന്നു എന്നുള്ള ധാരണയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ അതാണല്ലോ നരേന്ദ്രൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം. ഇത് ഒരുപാട് ഭാഗത്ത് ഈ ചർച്ച വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നരേന്ദ്രൻ സാകാരവാദിയല്ല, നിരാകാരവാദിയാണ്. കാര്യം ബ്രഹ്മസമാജത്തിൻ്റെ ആളാണ്. ഈ വചനാമൃതം ഇപ്പോൾ ഇപ്പം നമ്മൾ വായിക്കുന്ന ആ സന്ദർഭം, അതായത് 1883 സെപ്റ്റംബർ ഈ സമയത്തൊക്കെ നരേന്ദ്രൻ ബ്രഹ്മസമാജത്തിൻ്റെ ഭാഗമായി ശക്തമായി നിലകൊള്ളുന്നൊരു ചെറുപ്പക്കാരനാണ്. അപ്പം ബ്രഹ്മസമാജക്കാരെ സംബന്ധിച്ചിടത്തോളം സാകാരവാദികളല്ല, അവർ നിരാകാരവാദികളാണ്. ഈശ്വരന് രൂപമില്ല, വിഗ്രഹമില്ല. പക്ഷെ ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ കാളിമാതാവിനെയാണ് കാളിമാതാവിൻ്റെ വിഗ്രഹത്തെയാണ് പൂജിക്കുന്നത്. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തിനാണ് ഇത് സൂചിപ്പിച്ചത് എന്ന് വെച്ചാൽ, ഇവിടെ ഇത് സൂചിപ്പിക്കാൻ കാരണം ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നരേന്ദ്രൻ്റെ ഒരു അവസ്ഥയെ കൂടെ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നരേന്ദ്രൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ സൂചിപ്പിച്ചത്? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുവെന്നും പറഞ്ഞ് നരേന്ദ്രൻ്റെ വീട്ടിലെ ആളുകൾ വലിയ വഴക്കുണ്ടാക്കുന്നുണ്ട്. നരേന്ദ്രൻ്റെ വീട്ടുകാർ, ഈ നരേന്ദ്രൻ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്നതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കാണ് അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് വണ്ടി പിടിച്ച് ഇന്നാളൊരു ദിവസം വന്നിട്ട് ഇവിടെ വന്നപ്പോൾ വണ്ടിക്കൂലി സുരേന്ദ്രനാണ് കൊടുത്തത്. ഇപ്പം നരേന്ദ്രൻ വീട്ടിൽ നിന്ന് സിമൂലിയ തെരുവിൽ നിന്ന് ദക്ഷിണേശ്വരം വരെ വരണമെങ്കിൽ, കൽക്കട്ടയിൽ നിന്ന് ദക്ഷിണേശ്വരം വരെ വരണമെങ്കിൽ 2 രൂപയോ 2.5 രൂപ എങ്ങാണ്ട് 3 രൂപയ്ക്കകത്ത് ഉള്ള കുതിരവണ്ടിക്കൂലി കൊടുക്കണം. അപ്പോൾ ആ 3 രൂപ കൊടുക്കാൻ നരേന്ദ്രൻ്റെ കയ്യിൽ 5 പൈസയില്ല. കാര്യം നരേന്ദ്രന് പ്രത്യേകിച്ച് ജോലിയോ സമ്പാദ്യമോ ഒന്നുമുള്ള ആളല്ല, സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്ന ഒരു കാലവും കൂടിയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ നരേന്ദ്രന് ദക്ഷിണേശ്വരത്ത് വന്നിട്ട് പോയ സമയത്ത് ആ വണ്ടിക്കൂലി കൊടുത്തത് സുരേന്ദ്രനാണ്, സുരേന്ദ്രനാഥ മിത്ര. അത് നരേന്ദ്രൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. നമ്മൾ മുമ്പ് സുരേന്ദ്രനാഥ മിത്രയുടെ വീട്ടിൽ നടത്തിയ ഭജനയിൽ നരേന്ദ്രൻ പാട്ടുപാടാനായിട്ട് ആദ്യം വരുമ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നത്. അങ്ങനെ ഒരു ഭാഗം അതാണ് ആദ്യ സന്ദർഭമായിട്ട് വരുന്നത്. അപ്പോൾ ആ നരേന്ദ്രന് സുരേന്ദ്രനാഥ മിത്ര പണം കൊടുക്കുന്നുണ്ട്. കാര്യം സുരേന്ദ്രനാഥ മിത്ര ധനികനാണ്,
ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വലിയ ഉദ്യോഗം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അയാളാണ് പൈസ കൊടുത്തത്. സുരേന്ദ്രനാഥ മിത്ര നരേന്ദ്രന് വണ്ടിക്കൂലി കൊടുത്തത് നരേന്ദ്രൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇങ്ങനെ ഇയാളെ ദക്ഷിണേശ്വരത്ത് വരാൻ പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് സുരേന്ദ്രനാണെന്ന് കണ്ട്, അത് സ്വന്തം അയൽക്കാരനായ സുരേന്ദ്രനാണെന്ന് കണ്ട് നരേന്ദ്രൻ്റെ വീട്ടുകാർ സുരേന്ദ്രൻ്റെ വീട്ടിൽ ചെന്ന് സുരേന്ദ്രനുമായിട്ട് വഴക്കുണ്ടാക്കി. ഇതാണ് സാഹചര്യം. അതൊരു വലിയ വിശകലനത്തിന് പോകേണ്ട ഒരു വിഷയമാണ് ആ ഒരു കാലഘട്ടം നരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. കാര്യം നരേന്ദ്രന് അത് രസകരമാണ്. അത് ഇതിനകത്ത് പലയിടത്തായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിക്കൂലി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞെടുത്ത് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അന്ന് ഈ സാമ്പത്തിക ക്ലേശം ഉള്ളത് കൊണ്ട് നരേന്ദ്രനെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാൻ വരെ തീരുമാനിക്കുന്നുണ്ട് വീട്ടുകാർ. കാര്യം ഈ ദക്ഷിണേശ്വരത്ത് പോയിക്കൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല, നരേന്ദ്രനെ പിടിച്ച് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം. കല്യാണം കഴിപ്പിക്കാനുള്ളൊരു തീരുമാനം ഈ വീട്ടുകാരെടുക്കുന്നുണ്ട്. അപ്പോൾ മിത്രൻ, ആർ മിത്രൻ എന്ന് പറയുന്ന ഒരു ആളുടെ മകളെയാണ് വിവാഹം ചെയ്യാൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ വീട്ടുകാർ ആലോചിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം, ആർ മിത്രയുടെ മകളെ വിവാഹം ചെയ്താൽ മിത്ര നരേന്ദ്രൻ്റെ വീട്ടുകാർക്ക് ഒരു വൻ തുക സ്ത്രീധനമായിട്ട് നൽകും. അത് ആ കുടുംബത്തിന് അന്നത്തെ സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിലുണ്ടായ കടം, ആ സാമ്പത്തിക ക്ലേശത്തിന് ഒരു പരിധിവരെ സമാധാനമാകും എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആർ മിത്രയുടെ മകളെ കൊണ്ട് നരേന്ദ്രനെ വിവാഹം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടുകാർ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചന നടന്ന് എങ്ങനെയെങ്കിലും ആ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് ആലോചിക്കുമ്പോഴാണ് എപ്പോൾ നോക്കിയാലും ദക്ഷിണേശ്വരത്തേക്ക് വരുന്നു എന്നും പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കും. അപ്പോൾ ഈ സന്ദർഭത്തിൽ ആധാർലാൽ സെൻ ചോദിക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണദേവനോട്, ഞാൻ അയാൾക്കൊരു ജോലി സമ്പാദിച്ചു കൊടുക്കട്ടെ എന്ന്. അയാൾ എന്തെങ്കിലും ജോലി ഞാൻ കൊടുത്താൽ ആ ജോലി സ്വീകരിക്കും. ആധാർലാൽ സെന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നല്ല പിടിപാടുള്ള ആളാണെന്ന് നമുക്കറിയാം. മാത്രമല്ല അവിടുത്തെ ഇത് സാമ്പത്തികമായി തന്നെ നല്ല നിലയിൽ ഉള്ള ആളാണ്. അപ്പോൾ അയാൾ വിചാരിച്ചാൽ വേണമെങ്കിൽ, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു 100 രൂപയുടെ ജോലി കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവനോടാണ് ചോദിച്ചത്, ഞാൻ അങ്ങനെ കൊടുത്താൽ അയാൾ 100 രൂപ കൊണ്ട് ആ കുടുംബം അയാൾ പുലർത്തിക്കൊണ്ട് പോകില്ലേ, അപ്പോൾ എന്നാൽ 100 രൂപയുടെ ഒരു ജോലി കൊടുക്കട്ടെ എന്നൊക്കെ ആധാർലാൽ സെൻ ചോദിക്കുന്നുണ്ട്. അപ്പം നരേന്ദ്രനോട് ശ്രീരാമകൃഷ്ണദേവനും ഇടയ്ക്ക് ഇത് പറയുന്നുണ്ട്. എന്ന് പറയുന്ന കാരണം വെച്ചാൽ, നീ ഇപ്പോൾ ഇവിടെ വന്ന് പാട്ട് പാടുമ്പോഴും നീ അത് ഭജനയൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ ശ്രദ്ധ ആ പാട്ടിനൊന്നും നേരത്തെ അത്രയുള്ളൊരു ഗുണം കിട്ടുന്നില്ല. കാര്യം നിൻ്റെ ശ്രദ്ധ ഇവിടെ നിൽക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം നീ ഉദ്യോഗത്തിന് വേണ്ടി അലയുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അതാണ് അതിനകത്തെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ നരേന്ദ്രൻ്റെ ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഭഗവാൻ പെട്ടെന്ന് നരേന്ദ്രൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ അങ്ങ് എഴുന്നേൽക്കുക. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ നരേന്ദ്രൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയാനൊരു കാരണം, ഈ അധ്യായത്തിൽ മറ്റൊരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേശവൻ്റെ കാര്യം പറയുന്നുണ്ട്, കേശവചന്ദ്രസേനൻ്റെ കാര്യം. കാര്യം ഈ കേശവചന്ദ്രസേനൻ്റെയൊക്കെ അനുയായിയായിട്ടാണ് നരേന്ദ്രനുമൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത് ബ്രഹ്മസമാജത്തിൽ. ആ കേശവൻ പോലും മാറി. ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ നിന്നും അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും കേശവചന്ദ്രസേനൻ വരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേശവചന്ദ്രസേനൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ മറ്റേ ഇത് പിന്നെ ശ്രീരാമകൃഷ്ണദേവനോടുള്ള ഭക്തി കൊണ്ട് അതായത് നമസ്കരിക്കാനൊക്കെ പഠിച്ചു. പണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല, ബ്രഹ്മസമാജക്കാർ നമസ്കരിക്കുകയൊന്നുമില്ല. ഇവിടെ ശ്രീരാമകൃഷ്ണദേവന് വന്നപ്പോൾ അത് നമസ്കരിക്കുക എന്നുള്ള രീതിയിൽ വരെ പറയുന്നുണ്ട്. അത് രസകരമാണ്, ആ ഭാഗം ഇവിടെ പറയുന്നുണ്ട്. കാര്യം കേശവചന്ദ്രസേനൻ ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ ആ ഭാഗം കൂടെ ഇതിനകത്ത് പറയുന്നത് കേശവചന്ദ്രസേനനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഈ ചെക്ക്, ഒരു രസകരമായൊരു ഭാഗമാണ് പറയുന്നത്. ചെക്ക് പാസ്സാക്കുന്ന ഒരു പ്രയോഗം ഇവിടെ ഉണ്ട്. അതായത് ആ ഭാഗം ഒന്ന് നോക്കട്ടെ. അതെ, കേശവചന്ദ്രസേനൻ്റെ ഭാഗം പറയുമ്പോൾ ഇത് പറയുന്നത്, അദ്ദേഹം ഇവിടെ ധാരാളം വന്നുകൊണ്ടിരുന്നു.
ഇവിടെ നിന്നാണ് നമസ്കാരം ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ബ്രഹ്മസമാജത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നെല്ലാം മാറി. അങ്ങനെ മാറാനുള്ള ഒരു കാരണമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തെന്ന് വെച്ചാൽ, കേശവൻ എന്താണ് ഈ ബ്രഹ്മസമാജത്തിൻ്റെ നേതാവായ കേശവൻ പോലും മനസ്സിലാക്കിയിരിക്കുന്നു, എല്ലാ ചെക്കും ഇവിടെ നിന്ന് വേണം പാസ്സാക്കി കൊടുക്കാൻ. എവിടെ നിന്ന്? ശ്രീരാമകൃഷ്ണ ദേവൻ്റെ അടുത്തുനിന്ന് വേണം ചെക്കൊക്കെ പാസ്സാകാൻ, എന്നാലേ ബാങ്കിൽ നിന്നും പണം കിട്ടുകയുള്ളൂ എന്ന്. ഒരു ചെക്കിനെയും ബാങ്കിനെ ആ പണം, അതായത് ഈശ്വരൻ്റെ സവിധത്തിൽ ഈശ്വരൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ധർമ്മമാകുന്ന ആ സമ്പത്ത് നിക്ഷേപിച്ചാൽ ആ ഈശ്വര സവിധത്തിൽ നിന്നാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളമാണ് അവിടെ സമർപ്പിക്കുന്നത്, ആ സമർപ്പിക്കുന്ന നന്മയും ധർമ്മവുമാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചെക്ക് എഴുതി ഈശ്വര സമക്ഷം കൊടുത്താൽ അത് പാസ്സാക്കേണ്ട ആളാണ്, അതായത് ആ വ്യക്തിക്ക് ധർമ്മവും ആ വ്യക്തിക്ക് നന്മയും ആ വ്യക്തിക്ക് മോക്ഷവും എല്ലാം പ്രദാനം ചെയ്യേണ്ട ഈശ്വരനാണ് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ വേണം ആ ചെക്ക് പാസ്സാക്കി കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് മാസ്റ്റർ വിസ്മയസ്തബ്ധനായി. ഇത് കേട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഗുരുരൂപത്തിൽ സച്ചിദാനന്ദം ചെക്ക് പാസ്സാക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ സച്ചിദാനന്ദ സ്വരൂപം, ശ്രീരാമകൃഷ്ണദേവൻ സച്ചിദാനന്ദ സ്വരൂപത്തിൽ ചെക്ക് പാസ്സാക്കുന്നുവെന്ന് മനസ്സിലാക്കി. ഈ ചെക്കെന്ന് പറയുന്നത് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഫലത്തെയാണ് പറയുന്നത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ധർമ്മം. അപ്പം അത് മനസ്സിലാക്കിയ ആളാണ് കേശവചന്ദ്രസേനൻ അവസാനമായപ്പോഴേക്കും. കാരണം ഇതിൻ്റെ ഇനി കുറച്ച് കഴിയുമ്പോൾ കേശവചന്ദ്രസേനൻ്റെ കാലം അവസാനിക്കുകയാണ്. അപ്പോൾ കേശവചന്ദ്രസേനൻ അവസാന കാലത്ത് ആ തരത്തിൽ തിരിച്ചറിഞ്ഞ ആളാണ്. ആ കേശവചന്ദ്രസേനൻ്റെയൊക്കെ അനുയായിയായി വന്ന ആളാണ് നരേന്ദ്രൻ. അപ്പം അതാണ് ഇവിടെ ഈ ഭാഗത്ത് ചർച്ച ചെയ്ത വിഷയം. ഇത് പൂർണ്ണമല്ല. ഈ വിഷയം നമ്മൾക്ക് പൂർണ്ണമാക്കണമെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കുക എന്നുള്ളതുകൊണ്ടും അത് നമുക്ക് അടുത്ത തവണ അത് പൂർണ്ണമായിട്ട് പറയാം. കാര്യം അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടെ പോകേണ്ടി വരും, ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ സമയം ഇത്ര ആയതുകൊണ്ട് നമുക്ക് അടുത്ത തവണ ഇത് തന്നെ ഒന്ന് എങ്ങനെയാണത് ഭഗവാൻ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത്, ഈ ഒരു ചർച്ചയെ എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത തവണ നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. സാന്താൾ, അത് നമ്മൾ സാന്താൾ അത് ബംഗാളി ഉച്ചാരണം വരുമ്പോഴേ അവര് സോന്താൾ, അവര് സോയാക്കും, അതപ്പോൾ സോന്താൾന്നാക്കും. അപ്പം ആ അകാരമില്ലാത്തത് കൊണ്ട്, ബംഗാൾ ഭാഷയിൽ അകാരമില്ല, ഒകാരമേ ഉള്ളൂ. അതെ 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 നമ്മുടെ ദ്രൗപദി മുർമുവിൻ്റെ ആ ഒരു ഇത് വരുന്നതാണ്. അപ്പം അത് വലിയ ആ സാന്താൾ വിഭാഗത്തിൽ നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബൗൾ ഗായകരൊക്കെ ഉണ്ടായ ആ ഭാഗത്താണ്. ബൗൾ സംഗീതം വളരെ സംസ്കാര സമ്പന്നമായി മാറിയ വലിയൊരു ജനതയാണ് അവർ. ആ സംഭവത്തിൻ്റെ സിനിമയാണ് മൃണാൾ സെൻ മൃഗയ എന്ന പേരിൽ എടുത്തത്. ആ സിനിമയിലൂടെയാണ് മിഥുൻ ചക്രവർത്തി സാന്താൾ. അതെ അതെ അതെ, ശാന്തിനികേതൻ. അതിൻ്റെ ഞാൻ അവിടെ ജീവിച്ചത് കൊണ്ട് എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അതെ 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 പാട്ട് അതെ 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 ബൗൾ സംഗീതം അങ്ങനെ വരുന്നു. നല്ല അവരോടൊപ്പം നല്ല രസമാണ് അവർ ഇങ്ങനെ ശരിയായ സന്യാസ ജീവിതമാണ് അവരുടെ. അതെ 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 വീടൊന്നുമില്ല, പ്രത്യേകിച്ച് വീടൊന്നുമില്ല അങ്ങനെയുള്ള ഉണ്ട്. അല്ല ഇപ്പൊ അവരിലെ ഏറ്റവും വലിയ സമ്പന്നൻ പവൻദാസ്. ഇപ്പൊ വലിയ സമ്പന്നന്മാരായ ഒരുപാട് ബൗൾസ് ഉണ്ട്. അതെ അതെ. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ നോക്കിയാൽ ബൗൾ ഗാനങ്ങൾ ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും
ഏറ്റവും വലിയ ഇപ്പൊ നമ്മുടെ അതെ 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 ഇപ്പൊ അതിപ്രശസ്തമായ വലിയ സമ്പന്നമായ അവസ്ഥയിലേക്ക് ആ സംഗീതം മാറി. ജീവിതത്തിലും സന്താള അവർ വരുന്നതായിട്ടും അവരുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നതായിട്ടും അതെ 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 അങ്ങനെ ഒരു ഭാഗം വായിച്ചു. ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ല അത് ബംഗാളിന്റെ ഭാഗമാണ് അവര്, അവിടുത്തെ സമൂഹമാണല്ലോ അവര് പൂർണ്ണമായിട്ട്. സ്വാമിജിയുടെ പിന്നീടുള്ള സന്യാസ വേഷത്തിൽ ഈ സാന്താൾ വേഷത്തിനോട് വളരെ സാമ്യമുള്ള വേഷമുണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മൾ അതെ ഒരു മലയാളി സ്ത്രീ സാന്താളായിട്ട് അല്ല ഈ ബൗൾസ് അവരുടെ അതെ അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. അവര് ട്രിവാൻഡ്രത്ത് അവര് താമസിക്കുകയാണ്. അതെ അതെ പാർവതി ബൗൾ പാർവതി ബൗൾ പാർവതി ബൗൾ അതെ 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 അവരുണ്ട്. ഓ അത് ശരി. അത് ശരി. നാമം ജപിക്കാം. എല്ലാവർക്കും നമസ്കാരം.